നമ്മളൊരു വല്ലാത്ത നാടാണ്. പ്രസവത്തിലെ മാതൃമരണ നിരക്ക് ദേശീയ ശരാശരി 27 എന്നാൽ അതിവിടെ ഈ കേരളത്തിൽ 4.3 എത്രയോ കുറവ്. പക്ഷേ അതേ കേരളത്തിൽ വീട്ടിലെ പ്രസവത്തിലും അശാസ്ത്രീയ ചികിത്സകളിലുമൊക്കെ പൊലിയുന്ന ജീവനുകളുടെ എണ്ണം അക്ഷരാഭ്യാസമുള്ളവരെ ഞെട്ടിക്കും, നാണം കെടുത്തും. മരുന്നില്ലാതെ, ശാസ്ത്രീയ സ്ഥിരീകരണങ്ങളില്ലാതെ, അംഗീകരിച്ച പഠനമില്ലാതെ, പുറത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു സർട്ടിഫിക്കറ്റ് പോലുമില്ലാതെ വെറുതെ ഒരു ബോർഡ് വെച്ചിരുന്നാൽ മതി. അക്യൂപങ്ക്ചർ, യുനാനി, സിദ്ധം, ഹിജാമ, റേക്കി എന്ന് വേണ്ട മൈലെണ്ണ വൈദ്യം നടത്തിയാലും ഈ നാട്ടിൽ ഇപ്പോൾ ചെലവാകും. ഇതൊക്കെ വെച്ചു വിളമ്പി റീലുകളും ഇൻഫ്ലുവൻസേഴ്സും ഡോക്ടർമാരെക്കാൾ വിശ്വാസ്യത നേടിയ മറ്റൊരു നാടും വേറെ കാണില്ല. ആ നാട്ടിലാണ് അതിഗുരുതരമായ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ബാധിച്ച 1 വയസ്സുള്ള കുട്ടിക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് പകരം അക്യൂപങ്ക്ചർ ചികിത്സ കൊടുത്തത്. അങ്ങനെ രോഗം മൂർച്ഛിച്ച് കുട്ടിയുടെ തലച്ചോറിൽ രക്തസ്രാവമുണ്ടായാണ് മരണം സംഭവിച്ചത്. ഈ കുരുന്നിന്റെ മരണം കൃത്യമായ കൊലപാതകമാണ്, ഒരു തർക്കവുമില്ല. അപ്പോൾ ആരാണ് യഥാർത്ഥ പ്രതികൾ? ആരാണ് കൊലപാതകികൾ? 10ാം ക്ലാസും ഗുസ്തിയും കഴിഞ്ഞ് നാട്ടുകാരെ പറ്റിച്ച് അശാസ്ത്രീയ ചികിത്സ നടത്തുന്നവരാണോ? അതോ 5 പൈസയുടെ കോമൺ സെൻസ് ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ചില വിശ്വാസങ്ങൾ കൊണ്ടോ ഇവർക്ക് പിറകെ പോകുന്ന രോഗികളും രക്ഷിതാക്കളുമാണോ? അതോ ഈ കള്ള നാണയങ്ങളെയെല്ലാം കയ്യോടെ പൂട്ടാത്ത സർക്കാരും നിയമപാലകരുമാണോ? അടപടലം പൂട്ടണ്ടേ ആളെക്കൊല്ലി ചികിത്സകളെ?